എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി സെക്സും സ്പോർട്സ് ഇനമാകുമെന്ന്. അതെ, ആദ്യ സെക്സ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണെന്ന് കേൾക്കണ്ടേ? സ്വീഡനിൽ. അതേക്കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സെക്സും സ്പോർട്സും തമ്മിൽ ബന്ധമുണ്ടോ? പലരും ചിന്തിക്കുന്നത് ഇതായിരിക്കും, അല്ലേ? എന്നാൽ ഇല്ലെന്നായിരിക്കും ഭൂരിഭാഗം പേരുടെയും ഉത്തരം. എന്നാൽ ബന്ധമുണ്ടെന്ന് കേട്ടോ? അതെ, ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് സ്വീഡൻ. പിന്നാലെ ജൂൺ 8 ഒരു സെക്സ് ചാമ്പ്യൻഷിപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സ്വീഡൻ. സ്വീഡിഷ് സെക്സ് ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പ് എന്ന പേരിൽ നടത്തുന്ന മത്സരം ആഴ്ചകളോളം നീണ്ടു നിൽക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പലതരം സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് എന്ന് കേട്ടിട്ടുണ്ട്, അല്ലേ? എന്നാൽ സെക്സ് ചാമ്പ്യൻഷിപ്പ് എന്ന് കേട്ടിട്ടുണ്ടാകില്ല. അല്ലെങ്കിൽ തന്നെ സ്പോർട്സും സെക്സും തമ്മിൽ എന്താണ് ബന്ധം? അത്യാവശ്യം കായിക അധ്വാനം വേണ്ടി വരുന്ന ഒന്നാണ് സെക്സ്. എങ്കിലും ഒരു മത്സരമൊക്കെ നടത്തുക, ഇത് ആദ്യമായി കേൾക്കുകയാണല്ലേ? സംഗതി സത്യമാണ് കേട്ടോ. അതെ, ഇത് സ്വീഡനിൽ നടന്ന ഈ ഒരു സംഭവമാണ്. ഈ നടക്കാനിരിക്കുന്ന ഒരു സംഭവം കൂടി. ജൂൺ 8 ഈ സെക്സ് ചാമ്പ്യൻഷിപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പ് സ്വീഡൻ. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് മാത്രമാണ് കേട്ടോ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുള്ളത്. 6 മണിക്കൂറാണ് പങ്കെടുക്കുന്നവർ മത്സരിക്കേണ്ടത്. ഇതുവരെ 20ഓളം പേര് ചാമ്പ്യൻഷിപ്പിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വിജയിയെ തിരഞ്ഞെടുക്കുന്നത് 3 ജൂറികളാണ്. മത്സരത്തിൽ നിർണായകമാകുക പ്രേക്ഷകരുടെ റേറ്റിംഗ് കൂടിയാണ്. 70% വോട്ട് പ്രേക്ഷകരിൽ നിന്നും 30% വോട്ട് ജൂറിയിൽ നിന്നും സ്വീകരിച്ച ശേഷമാണ് വിജയികളെ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ മത്സരത്തിനായി കാത്തിരിക്കാം. ഇതിലെ റിപ്പോർട്ടുകൾ പറയുന്നത് എന്തൊക്കെയാണ് എന്നതും നമുക്ക് നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.